നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. 1 കൊരിന്തിയ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. അതിൻ്റെ മറ്റൊരു പരിഭാഷ ഇങ്ങനെയാണ്: മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഏതെങ്കിലും രീതിയിൽ ഞാൻ അയോഗ്യനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ കഷ്ടതയിലൂടെ കടത്തിവിട്ട് നിയന്ത്രണ വിധേയമാക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ജയജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഓട്ടമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തിയെപ്പോലെ, ഒരു ബോക്സറെ പോലെ മല്ലയുദ്ധം ചെയ്യുകയാണ്. നമ്മിൽ തന്നെ നമുക്ക് ജയം പ്രാപിക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ അവയവങ്ങളോട് പോരാടുന്ന പാപത്തിൻ്റെ പ്രമാണങ്ങളുണ്ട്. അതിനെ ജയിച്ചെങ്കിൽ മാത്രമേ ജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മറ്റുള്ളവരെ വിലയിരുത്തുമ്പോൾ വളരെ നല്ല പ്രസംഗങ്ങൾ പ്രസംഗിച്ചാലും വ്യക്തി കൊള്ളരുതാത്തവനായി പോകാൻ സാധ്യതയുണ്ട്. വീരാരാധന വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മേക്കാൾ ഏതെങ്കിലും കഴിവോ പ്രാപ്തിയോ ഒക്കെ ഉള്ള വ്യക്തികളെ ആരാധനാ മനോഭാവത്തോടുകൂടെ കാണുന്ന വല്ലാത്തൊരു കാലഘട്ടം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യക്തികളുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് അവരുടെ സ്വഭാവ ഗുണം നോക്കിക്കൊണ്ടായിരിക്കണം. ഒരാൾക്ക് ജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആ വ്യക്തിയിൽ ക്രിയ നടത്തുകയും പരിശുദ്ധാത്മാവിൻ്റെ അധിവാസത്തിനായി ശരീരത്തെ സമർപ്പിക്കുകയും ശരീരസമർപ്പണത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ശരീരത്തെ എന്നും നമ്മൾ ദൈവത്തിനായി സമർപ്പിക്കണം. നമ്മുടെ ഇച്ഛകൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. നമ്മുടെ മനസ്സ് ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ മനസ്സും ആഗ്രഹങ്ങളും നമ്മുടെ ശരീരവും ദൈവത്തിന് വേണ്ടി നാം സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം കർത്താവായി നമ്മിൽ വാഴുകയും നമ്മെ ശരിയായിട്ടുള്ള പാതയിൽ കൺട്രോൾ ചെയ്ത് നടത്തുവാനായിട്ട് ഇടയാകും. കടിഞ്ഞാണില്ലാത്ത ജീവിതം നയിച്ച പല മഹത് വ്യക്തികളും ജീവിതത്തിൽ തകർന്നു പോയിട്ടുണ്ട്. എല്ലാമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, മറ്റുള്ളവരെക്കാൾ പലത് ചെയ്തെടുക്കാനുള്ള ജ്ഞാനമുണ്ട്. എങ്കിലും ജീവിതം ശരിയല്ലാതെ പോയതുകൊണ്ട്, കടിഞ്ഞാൺ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, നിയന്ത്രണമില്ലാത്ത വിചാരങ്ങൾക്ക്, ശയനമോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോയതുകൊണ്ട് ജീവിതം തകർന്നു പോയവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്: ഞാൻ മറ്റുള്ള വ്യക്തികളോട് നിത്യതയുടെ വചനങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്, അയോഗ്യനായി പോകാതിരിക്കേണ്ടതിന്. ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും വ്യക്തികൾ വാക്സാമർത്ഥ്യം കൊണ്ടോ തങ്ങളുടെ ജ്ഞാനം കൊണ്ടോ വളരെ ഉന്നതമായ നിലയിൽ നല്ല നിലവാരത്തിൽ വചനം പറഞ്ഞ് അവതരിപ്പിക്കുന്നവരാണെങ്കിൽ പോലും കൊള്ളരുതാത്തവരായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊള്ളരുതാത്തവരായി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശരീരത്തെ ദണ്ഡിപ്പിച്ച് എന്ത് ചെയ്യണം? അടിമയാക്കുവാനായിട്ടിടയാകണം. പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം എൻ്റെ ശരീരത്തെ കഷ്ടതയിലൂടെ കടത്തിവിട്ട് നിയന്ത്രണ വിധേയമാക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുവാനായിട്ടിടയാകണം. ദൈവം നയിക്കുന്ന വഴികളിലൂടെ, നേരായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ഗ്രഹിച്ചുകൊണ്ട് ആ ശരീരത്തെ അനുദിനം ദൈവത്തിനായി സമർപ്പിക്കണം. അതാണ് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശരീര സമർപ്പണമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവീൻ എന്നാണ് അവിടെ കാണുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു മൃഗത്തെ യാഗപീഠത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് അതിനെ കൊല്ലുകയാണ്. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ
യാഗവസ്തു എന്ന് പറയുന്നത് നമ്മളാണ്. യാഗം അർപ്പിക്കുന്നത് നമ്മളാണ്. അത് ജീവനുള്ളതായ യാഗമാണ് നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്. ഓരോ ദിവസവും പാപത്തിന് നമ്മളെ മരിച്ചവരായി എണ്ണുവാനായിട്ട് കഴിയണം. നമ്മുടെ ശരീരം ദൈവം വസിക്കുന്ന കൂടായി സമർപ്പിച്ചെങ്കിൽ മാത്രമേ അകത്തെ ആത്മാവ് മരിക്കാതെ ഇരിക്കുകയുള്ളൂ. ഈ ശരീരത്തെ നാം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അകത്തെ ആത്മാവ് ശക്തിയോടെ ദൈവസന്നിധിയിൽ ബലപ്പെടുകയുള്ളൂ. അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഈ പുറമേ ഉള്ള ഈ മനുഷ്യൻ ഈ ശരീരത്തെ മണ്ണിൽ നിന്നെടുത്തതാണ്. എത്ര നമ്മൾ പരിപാലിച്ചാലും പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് മടങ്ങിച്ചേരും. അകത്തെ ആത്മാവാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ടത്. അപ്പോൾ അകത്തെ ആത്മാവ് ആത്മീയമായി മരിച്ചു പോകാതിരിക്കണമെങ്കിൽ ദൈവം വസിക്കുന്ന ശരീരമാകുന്ന ഈ മന്ദിരത്തെ, ഈ കൂടിനെ നാം വിശുദ്ധിയിൽ സമർപ്പിക്കുവാനായിട്ടിടയാകണം. ചിന്താമണ്ഡലം ദൈവസന്നിധിയിൽ സൂക്ഷിക്കണം. നമ്മുടെ ചിന്തകളെ, ചിന്താധാരകളെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യണം. വചനം ഓർപ്പിക്കുകയാണ്, മോഹങ്ങൾ ജനിക്കുമാറ് നിങ്ങൾ ജഡത്തിനായി ചിന്തിക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മെ തന്നെ യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം, ദൈവമേ, ജയകരമായൊരു ജീവിതം എനിക്ക് കഴിയണം. പാപത്തെ ജയിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ പറയുന്ന വാക്കുകളും എൻ്റെ പ്രവൃത്തികളുമെല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് ഞാൻ ഒരിക്കലും കൊള്ളരുതാത്തവനായി പോകരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.